നമസ്കാരം. തമിഴ്നാട് സമിതിയുടെയും വനിതാവേദിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന 14 ദിനമായി ഇന്ന് രാമായണ പാരായണത്തിലേക്ക് വളരെ ഭംഗിയായി 14 ദിവസം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഈ രാമായണ പാരായണത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന ഒരുപാട് റിസ്ക് എടുത്ത് ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കുറച്ചുപേരെ വിജയൻ ചെറുകുന്ന്, ശിവദാസൻ മണപ്പാളി, രാജേഷ് കരിവളം, അതുകൂടാതെ പൊത്തംപ്ലവ് സമിതിയിലെ രാധാകൃഷ്ണേട്ടന്റെയും സിദ്ധീഷേട്ടന്റെയും മക്കളായ അഭിനന്ദന, അഭിമന്യു എന്നിവർക്കും ഈ വേളയിൽ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ രാമായണ പാരായണം നടത്തുന്നത് വാളാട്ട് സമിതിയാണ്. അതിന്റെ ശരിക്കുള്ള വിശദീകരണത്തിനായി അവരെ സ്വാഗതം പറയുവരെ മെഴുകുമൂല ശ്രീ ദിവ്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. WCS തമിഴ്നാട് പ്രസിഡന്റ് സെക്രട്ടറി, വനിതാവേദി പ്രസിഡന്റ് സെക്രട്ടറി, മറ്റംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ രാമായണ പാരായണത്തിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ വിജയൻ ചെറുകുന്ന്, രാജേഷ് കരിവളം, ശിവദാസൻ കോളുമാട് എന്നിവരെയും കോർഡിനേറ്റർ ജ്യോതി വാളാട്ടിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ നമ്മുടെ സമുദായ അംഗങ്ങളെയും വാളാട്ട് സമിതിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാമായണ പാരായണം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ വിജയൻ അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഹരിശ്രീ ഗണപതേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ മമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രാമാവതേ, ശ്രീരാമ രമണീയ വിദ്യ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമഃ. ശാരിക പൈതലേ ചാരുശീലേ പരിതാരകലേ തൊല്ലുവാനെങ്കിൽ ഹരിശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥസൂനു കൗസല്യാതനയനവരാജൻ തന്നുടെ പമ്പാതരപ്പണം ലോകമനോഹരം സംപ്രാപ്ത വിസ്മയം പൂന്തരുളീടിനാൻ. ദോഷമാത്രം വിശാലം വിഷാമൃതം ലോകവിനാശനം ജന്തുപൂർണസ്ഥല ഉൽപ്പല പത്മകലഹരേ മുകുന്ദാനി നീലോൽപലമണ്ഡിതം കരാന്തവ തത്പാദകേകിലെ കുക്കൂടകേഷ്ടി സർപ്പസിംഹേ പുഷ്പലാവരിവേഷ്ടിതാപദ സൽഫലസേവിതം സന്തുഷ്ടചണ്ഡുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടിലും തീർത്തു മന്ദം നടന്നീടിനാർ. കാലേ വസന്തേ ശുചീതലേ ഭൂതലേ ഭൂലോക ബാലകന്മാരിരുവരും വിശ്വമുഗ്ഗാദ്രി പർസ്ഥലേ സപ്തതം വിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിലാസം ആദ്യം കലർന്നു നടത്തും വിധം വീരനായി വന്നു ദിനകരപുത്രനും പത്രം മന്ത്രികളോടും തുതിച്ചു പാനുത്തംഗമായി േന്ദ്രമേറിയാൻ. മാരുതിയോട് ഭയേന ചൊല്ലിയിനാൻ, ആരിരുവരിവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേണ, ധീരന്മാരെത്രയും ഒന്നും തോന്നും കണ്ടാൽ അഗ്രജൻ ചൊല്ലായിലെന്നവലിങ്ങു വിഗ്രഹിപ്പാനായി വരുവാതില്ലിൽ വിക്രമമുള്ളവരത്രയും തേജസാദിക്കുകളൊന്നു കാഞ്ചമീ. താപസവേഷം ധരിച്ചിരിക്കുന്നത് ശാപവാണാശാസ്ത്രമുണ്ടല്ലോ, നീയൊരു വിപ്രവേഷം പൂണ്ടവരോട് വായുസുത ചെന്ന് ചോദിച്ചറിയണം. വസ്ത്രലോപാവങ്ങൾ കൊണ്ടവർ
ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ നിന്നുടെ രക്തപ്രസാദ മന്ദസ്മരസഞ്ജയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷാലാദ്യം സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൽ അഞ്ജനാപുത്രനും മധ്യാവതാംബുജം പഞ്ചവിലോചന്മാരായ മാനവ സുന്ദരന്മാരായി തൊഴുതു ധീരമായി അഗ്രജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായി നിങ്ങളിരുവരും ആരെന്നറിയിൽ ആഗ്രഹമുണ്ടിതു നേരെ പറയണോട് സാദരം ദിക്കുകളാത്മസൈവാവശോഭിച്ചു മർത്തനിസാഗരന്മാരെന്ന് തോന്നുന്നു. ത്രൈലോക്യാകത്യാമൃത്തന്മാർ പാവന്മാരെ നാലോക്യ തേജസീജാതി സഭൈവീരന്മാരായ യുവാക്കളാ മശിനി ദേവകളോ മറ്റൊന്നെയ്യേ വിശ്വൈക കാരണഭൂതന്മാരായോരു ഈശ്വരുതാത്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാധുതാരണി സഞ്ചരിക്കും പരിപാലനത്തിനും പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ പത്തും ജഗൽപത്തിരി സംഹാര സംഘങ്ങൾ മുക്തി നൽകും നാരായണന്മാരെ മുൾത്താരിന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതൂന്നിടുന്ന വടുരൂപീണം ലക്ഷ്മണ വിശേഷ സപ്തശാസ്ത്രമേനേന സൂതം ഇല്ലൊരാവസപ്തമിങ്ങുമേ ഇവൻ മമ സോദര കൂടവേ സാധനിയോഗേണ കാനന സീമയി യാത്രന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരിനെ വസിക്കുന്ന നാളിതി ചണ്ടനായോരു വിഷാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ ആനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിയിലവളെ ഒരിടത്തും ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂട്ടിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതത്തെ വസിക്കുന്നിതെത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ തിരിയാതെ വാഴുന്നു അർദ്ധനാകിയ മാരീകീശ്വര നഗ്നാക്കി കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ നിത്യമുഖാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിയിരിക്കുന്ന ഈ കർക്കജൻ മഹാമതേ രാമോദയം ഹനുമാനാജ്ഞന രാമയം തീർത്തു എത്തിച്ചു കൊള്ളേണമേ സുഗ്രീവനോട് സൗഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവരും വരികളെ വേല ചെയ്യാം അതിനാവോളമാശു ഞാനാനന്ദം ആശ്രയിച്ചില്ല ദൈവമേ ഇത്തം തിരു മനസ്സെങ്കിലും നിങ്ങൾ മകളെ കളഞ്ഞാലും അപ്പോൾ ശബരീതൻ വാക്കുകളോർത്തു കൺകുൽപ്പല നേത്രം അനുവാദവും ചെയ്തു. സുഗ്രീവ സൗഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലം മാറങ്ങെടുത്തു നടന്നിതു മാരുതി സുഗ്രീവസന്നിധം
ചെന്നിടിനാൾ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യമത്തോളം എത്രയും ഭാസ്കരോത്സവന്മാരായ രാമനും ലക്ഷ്മണനാകും അനുജനും കാമദാനാത്തമിവിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടീ വണ്ണം പറഞ്ഞദ്രീശരാഗ്രേ മഹാകരുത്തായ തലേ തഥാ വിശ്വൈക നായകന്മാരോടിനാർ. പാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നീതിയോടക്കാത്മജനോടു ചൊല്ലിനാൾ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗമായ യോഗേശ്വരന്മാരീ. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയ താരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്ദിച്ചു സൗഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനുമന്നേരം മാതരപൂർവമുക്തമായ സംഭ്രമം. ഇഷ്ടനാം നാദമിടുന്നരുളിടുവാൻ ഇഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ എത്തിച്ചവനിലിട്ടാനതു നേരം. ഇഷ്ടനാം മാരുതി ലക്ഷ്മണനുമൊടിച്ചിട്ടതു കണ്ടു സൗമിത്രീ സുഗ്രീവനും. ഇഷ്ടമോദത്താലൊടിച്ചിട്ട് അരുളിയിടിനാൻ. എല്ലാവരും ഇരുന്നേടിനാർ. നഷ്ടമായി വന്നിതു സന്താപ സൗഖ്യവും. മിത്രാത്മജനോടു ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമറിയിച്ചതു നേരം. ശ്രീരാമനാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ യാരാഞ്ഞറിഞ്ഞു തരുന്നു നിർണയം. ശത്രുവിനാശനത്തിനടിയേനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതുമിതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവാൻ നിർണയം. രാവണൻ തന്നെ ബൂലവധം ചെയ്തു ദേവിയെയും കൊണ്ട് പോരുന്നതുണ്ടു ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളതു മാനവ വീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രിമാർ 4 പേരും ഞാനുമായ ചടാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം. ഉത്തരേ നേത്രയായോരു തരുണിയെ ഉത്തരമാർഗേണ കൊണ്ടുപോയാലൊരു രക്ഷോപരനു നേരമസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞുദീനയായി. രാമരാമേതി മുറയിടുമ്പോൾ തവ സ്വാമിനി തന്നെ അവളെന്ന ദേവരു. ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതോത്തമാങ്കെ കണ്ട നേരം പരവശാൽ. ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശിരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനതു കാണണമെങ്കിലോ കണ്ടാലും. ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ ഇരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രൻ എടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വാങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ പല്ലവേ നാദേ നളിനാകളായ യോധനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലുമഴ്ത്തിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും
മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ വിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടു കൊള്ളാം പ്രസീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും. നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൾ മർക്കട ശ്രേഷ്ഠനാം മാരുതി അന്നേരം. അഗ്നിയെയും ജ്വലിപ്പിച്ചു സുഖമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സൗഖ്യവും സുഗ്രീവരാഘവന്മാരഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ഹാനിയും താനും പിണക്കമുണ്ടായതിൽ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ. ഇന്നത്തെ രാമായണ പാരായണം വിശകലനം ചെയ്തതിനായി ശ്രീമതി രുക്മണി ടീച്ചറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ മഹത്തായ സംരംഭം തുടങ്ങിവെച്ച എല്ലാ ഭാരവാഹികൾക്കും പ്രിയ ശ്രോതാക്കൾക്കും സമുദായ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെയൊക്കെ മനസ്സ് ഒരു ഓർമ്മച്ചപ്പാണല്ലോ. ആ ഓർമ്മച്ചപ്പിനുള്ളിൽ നമ്മുടെ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം അവിടെ നമ്മൾ മൂടി വെച്ചിരിക്കും. ചില സമയത്ത് ആ സന്തോഷകരമായ ചില ഓർമ്മകളൊക്കെ നമുക്ക് അയവിറക്കാൻ തോന്നും. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സന്തോഷകരമായ കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. എൻ്റെ അനുജൻ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ കിടക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ എൻ്റെ അച്ഛൻ പറയും, "ആ മോളെ, ഞാൻ നല്ല കഥ പറഞ്ഞുതരാം, നീ എൻ്റെ കൂടെ കിടന്നു" എന്ന് പറയും. അപ്പൊ കഥ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെ ശരി കിടക്കാൻ പോകുമ്പോൾ അച്ഛൻ എനിക്ക് പുരാണങ്ങളിലെ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഭാഗവതത്തിലെയും കഥകളൊക്കെ ആയിരുന്നു അത് നല്ല ഭാവ തീവ്രതയോടെയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. ഒരു ശബ്ദരേഖ കേൾക്കുന്നത് പോലെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. പിന്നീട് അത് മലയാളം പഠിപ്പിക്കുമ്പോഴും എല്ലാം എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാം കുട്ടികൾക്ക് ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ അവരെ ഫ്രീ ആയി കിട്ടുന്ന സമയത്തോ ഇങ്ങനെ രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ എല്ലാം നല്ല രസകരമായ ഭാഗങ്ങൾ അവർക്ക് നന്നായി രസകരമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്താൽ അവരെയൊക്കെ നമുക്ക് ഈ പുരാണ കഥകളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഒരു കാലത്ത് ഈ രാമായണ ശീലുകൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇടക്കാലത്ത് നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം കാരണം ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മുടെ ഈ തമിഴ്നാട് സമിതി നടത്തുന്ന ഈ സംരംഭം വളരെയധികം മഹത്തായതാണ്. തീർച്ചയായിട്ടും ഇതിനിയും കൂടുതൽ മുന്നോട്ട് നന്നായിട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി നമ്മുടെ കഥാഭാഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഹനുമത് സംഗമവും സുഗ്രീവ സൗഖ്യവും ആണല്ലോ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്, നമ്മൾ ചൊല്ലി കേട്ടത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയെ കാണാൻ വളരെയധികം ദുഃഖത്തോടു കൂടി കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അവര് ശബരി ആശ്രമത്തിലെത്തുകയും ആ ശബരിയുടെ വാക്കുകൾ കേട്ട് രണ്ടുപേരും കൂടി ഋഷ്യമോഗാദ്രിയിലേക്ക് പോകുന്ന സമയത്ത് സുഗ്രീവൻ ഈ കാഴ്ച ദൂരെ നിന്ന് തന്നെ കാണുകയാണ്. ഇപ്പൊ തേജോന്മയന്മാരായ രണ്ടുപേര് അമ്പും വില്ലും വാളും ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ ഭയപ്പെടുകയാണ്. ഉടനെ ഹനുമാനെ വിളിച്ച് പറയുകയാണ്,
അങ്ങ് പോയി ഇത് ആരാണെന്നുള്ളത് മനസ്സിലാക്കി വരണം എന്ന് പറഞ്ഞ് ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഹനുമാൻ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഹനുമാൻ പറയുകയാണ്, അങ്ങ് ആരാണ്? നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഞങ്ങൾക്ക് നിങ്ങളെ കണ്ട് വളരെ ഒരു എന്താണ് ഏതോ ദിവ്യന്മാരായ ആളുകളാണ് എന്ന് മനസ്സിലാകുന്നു. അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും എന്ന് ശ്രീരാമനോട് പറയുന്നതിനനുസരിച്ച് ശ്രീരാമൻ ഹനുമാനോട് ഉള്ള സത്യം ഞങ്ങളിങ്ങനെ ദശരഥൻ രാജാവിന്റെ 2 പുത്രന്മാരാണ് എന്ന് കാര്യം പറയുകയും സീതയെ ഇങ്ങനെ ഭാര്യയായ സീതയെ കാണാതെ അലഞ്ഞ് നടക്കുകയാണെന്നും പറയുന്നു. അപ്പോൾ ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ഹനുമാൻ വളരെ സന്തോഷമാകുന്നു. ഹനുമാൻ തന്റെ തോളിലേറ്റിക്കൊണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് സുഗ്രീവനോട് ഇപ്രകാരം പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇവരാരാണെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നതോടുകൂടി സുഗ്രീവനെ വളരെയധികം സന്തോഷമാകുന്നു. അവിടെ വെച്ച് സുഗ്രീവനും ശ്രീരാമനും അഗ്നിസാക്ഷിയായിട്ട് അവർ അവരെ സൗഖ്യം, അതായത് ഒരു ഇതിൽ ഏർപ്പെടുകയാണ്, സന്ധിയിൽ ഏർപ്പെടുകയാണ്. അന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണല്ലോ. അപ്പോൾ അങ്ങനെ അവര് അത്രയ്ക്കും വാക്കുകൾക്ക് അത്രയും വിലയുള്ള കാലമായിരുന്നു. അങ്ങനെ അവര് വളരെയധികം സുഹൃത്തുക്കളാകുകയും സുഗ്രീവൻ ശ്രീരാമന് എല്ലാവിധമായ സഹായം ചെയ്യുന്നതും അങ്ങനെയാണ്. അതിന് പ്രത്യുപകാരമായിട്ട് സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ ശ്രീരാമൻ വധിക്കുന്നുണ്ട്. അതിന് വേറെ കാരണമുണ്ട്. അപ്പോൾ നല്ല ഒരു സൗഹൃദ ബന്ധം എല്ലാത്തിനും എല്ലാ കടമ്പകളെയും കടക്കാൻ സഹായിക്കും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും തമ്മിലുള്ള ആ അടുപ്പമാണ് പിന്നീട് സീതയെ വീണ്ടെടുക്കാൻ അവരെ സഹായിക്കുന്നത്. അപ്രകാരം സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി ഹനുമാനും വളരെയധികം കഷ്ടപ്പെടുന്നു. അപ്പൊ ഇപ്രകാരം ഒരു തീവ്രമായ സൗഹൃദ ബന്ധത്തെ കുറിച്ചാണ് നമുക്കിവിടെ എടുത്തു പറയാനുള്ളത്. പിന്നീട് സുഗ്രീവൻ ബാലിയെ വധിച്ച് രാജാവായി കഴിയുകയാണ്. ആ സമയത്ത് സുഗ്രീവൻ തന്റെ കടമയെ കുറിച്ച് അല്പം മറന്നുപോകുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ വീണ്ടും ലക്ഷ്മണനോട് പറഞ്ഞ ലക്ഷ്മണൻ അവിടെ ചെന്ന് സുഗ്രീവനെ കുറച്ച് ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും എന്താണ് സുഗ്രീവൻ ഇത് കേട്ട് അല്പകാലം അങ്ങനെ സുഖലോലുപനായി കഴിഞ്ഞിരുന്നാലും പിന്നീട് സുഗ്രീവൻ എന്ത് ചെയ്യുന്നു? രാമനെ അതീവ സഹായം ചെയ്യുന്നു. അങ്ങനെ സീതയെ അവർ വീണ്ടെടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നല്ല സൗഹൃദ ബന്ധം നമ്മൾക്ക് എപ്പോഴും ഉയർച്ച തരും. നമ്മുടെ പല ആപൽഘട്ടങ്ങളിലും ഈ സൗഹൃദ ബന്ധം വളരെ നമുക്ക് ഉപകാരപ്പെടും. അത് ബാലിയെ കൊല്ലാൻ വേണ്ടി സുഗ്രീവൻ പോകുന്ന സമയത്ത് ബാലിയുടെ ഭാര്യയായ താര പറയുന്നുണ്ട്, അങ്ങേ വധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ട് പോരിന് വിളിക്കാൻ വേണ്ടി സുഗ്രീവൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാലി പറയുകയാണ്, അതായത് എന്നെ പോരിന് വിളിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ താര അവിടെ പറയുന്നുണ്ട്, എന്താണ് അങ്ങയെ പോരിന് വിളിക്കാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഗ്രീവന്റെ കൂടെ ശക്തനായ ഒരു കൂട്ടുകാരൻ ഉണ്ട്. അതുകൊണ്ടാണ് സുഗ്രീവൻ ഇത്രയും ധൈര്യത്തോടു കൂടി അങ്ങയെ നേരിടാൻ വരുന്നതെന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഒരു ശക്തനായ കൂട്ടുകാരൻ തന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് സുഗ്രീവൻ ഇത്രയും ധൈര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും സുഗ്രീവൻ അല്ലെങ്കിൽ ബാലിയെ എതിരിടാനുള്ള ശക്തി ഇല്ല. അങ്ങനെ തന്റെ ആ ശക്തി സുഗ്രീവൻ തന്റെ ശക്തിയെ ഒന്നുകൂടി ശക്തപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ ബാലിയെ എതിരിടാനുള്ള
ബലം, ധൈര്യം തോന്നുന്നത് ശ്രീരാമൻ പുറകിലുള്ളത് കൊണ്ടാണ്. ഇപ്രകാരം നല്ല ഒരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നല്ല ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. സഹോദര സ്നേഹം ഉണ്ടായിരിക്കണം. ബാലിയും സുഗ്രീവനും നല്ല സഹോദര സ്നേഹത്തോടു കൂടി കഴിഞ്ഞവരാണ്. പക്ഷെ ഒരു കൊണ്ടാണ് ബാലിക്ക് സുഗ്രീവനെ വധിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ, ബാലി സുഗ്രീവനെ വധിക്കാൻ വേണ്ടി പോകുന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാവരെയും പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാവൂ, പ്രവർത്തിക്കാവൂ. ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണകൾ വലിയ വലിയ ആപത്തിലേക്ക് പോലും നയിച്ചെന്ന് വരും. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള നല്ല നല്ല പാഠങ്ങൾ, അതുപോലെ വേറെ ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളും നമുക്ക് രാമായണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ശ്രീപാർവതി പിന്നെ മഹാദേവനോട് പറയുന്നുണ്ട്, ശ്രീരാമന്റെ കഥ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കി പറയുന്നുണ്ട്. ചുരുക്കി പറയുന്ന സമയത്ത് ശ്രീപാർവതി പറയുകയാണ്, ഇല്ല, ഒരിക്കലും എനിക്കങ്ങനെ ചുരുക്കി പറഞ്ഞു തന്നാ പോരാ, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്ക് വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരണം എന്ന് ശ്രീപാർവതി പറയുകയാണ്. അവിടെ ചില വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കും. നിമിഷങ്ങൾ നിസാരമായി കരുതുന്നവന് വിദ്യ നേടാൻ കഴിയുകയില്ല. കടബാധ്യത കാര്യമാക്കാത്തവന് ജീവിതത്തിൽ സൗഖ്യമുണ്ടാകുകയില്ല. പിന്നെ ജീവിതത്തിൽ ദേവന്മാരെ ആരാധിക്കാത്തവർക്ക് ജീവിതത്തിൽ ഗതി കിട്ടുകയില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ രാമായണത്തിൽ നിന്ന് ഇത് നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് അവര് പ്രത്യേകം അവിടെ ശ്രീപാർവതി പോലും മഹാദേവനോട് പറയുന്നുണ്ട്. അപ്പോൾ അത്ര മഹത്തായ ഗ്രന്ഥമാണ് ഈ രാമായണം. അപ്പൊ ശ്രീപാർവതി പോലും എന്തൊക്കെയോ ആ രാമന്റെ സ്തുതികളിൽ നിന്നും രാമായണത്തിൽ നിന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും രാമായണത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, എന്നും ഇത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകും. അതോടൊപ്പം ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മുക്തിക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടാകാനും അച്ചടക്കം ഉണ്ടാകാനും എല്ലാം ഭക്തി നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഭക്തിയോടെയുള്ള ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും വളരെ നല്ല ഒരു ജീവിതം തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പത്മനാഭൻ പഠിക്കുന്നു. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നേതൃത്വം വഹിക്കുന്ന എല്ലാവരും ആദ്യമായി ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി WCC തമിഴ്നാട് ഘടക ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും വാളാട്ട് പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ പതിനാവേദി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും വാളാട്ട് പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ WCC തമിഴ്നാട് സമിതി പ്രസിഡന്റ് ശ്രീ വേണു മണൽവേൽ അവർക്കും രാമായണ മാസാചരണ പരിപാടികളുടെ കോർഡിനേറ്ററായ ശ്രീ രാജേഷ് കരികളും ശ്രീ ശിവദാസൻ കൂടിയാണ് എന്നോടൊപ്പം എൻ്റെ പേരും വാളാട്ട് പേരും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ കഥാവതരണം നടത്തിയ ശ്രീമതി രുക്മണി ടീച്ചർ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സമിതിയുടെ രാമായണ പാരായണത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ഇന്നത്തെ പരിപാടിക്ക് ആമുഖം നൽകിയ ശ്രീമതി ജൂലിയ വാളാട്ട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ച വാളാട്ട് പ്രാദേശിക സമിതി വനിതാവേദി പ്രസിഡന്റ് കൂടിയായ ശ്രീമതി ദിവ്യ മിഴുകുമൂല, രാമായണ പാരായണം ചെയ്ത ശ്രീ വിജയൻ എം ആർ തെവരിമാട്, ശ്രീമതി ശാരദ ചിറമൂല, ശ്ലോകം ചൊല്ലാൻ പോകുന്ന ശ്രീമതി സുചിത്ര ചിറമൂല എന്നിവർക്കും എൻ്റെ പേരിലും വാളാട്ട് പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇത്രയും നേരം ഞങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗൂഗിൾ മീറ്റിലെ മറ്റ് എല്ലാ അംഗങ്ങൾക്കും WCC അംഗങ്ങൾക്കും എൻ്റെ പേരിലും വാളാട്ട് പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നിർത്തുന്നു.
നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പാശ്ചാത്രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ സീതായ പദേ നമോ നമഃ.